എന്റെ സൂര്യഭഗവാനെ, എന്നെങ്കിലും ഒന്ന് തെളിഞ്ഞല്ല, ഇടിച്ചുകുത്തി പെയ്തേക്കല്ലേ. ഓം സൂര്യായ നമ. ആ അല്ല മോനെ, ഇതെന്താ? ദേവപ്പ ചായ ചൂടാണ്, സൂക്ഷിക്കണം. പിന്നെ എന്തോ കാര്യം പറയാൻ മറന്നു. ആ എന്താ പറ. അപ്പൂപ്പ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഈ കസേരയിൽ ആരും ഇരിക്കരുതെന്ന് പറയണേ, ഇതിന്റെ കാലൊടിഞ്ഞിരിക്കുക. ആ പറയാം മക്കളെ, പറയാം. എറണാകുളം മെനകേട്ടാക്കി. എറണാകുളം മെനകേട്ടാക്കിയ ആര്? ഓ, എറണാകുളം മേനകട്ടാക്കേസിന്റെ ഓർമ്മയിൽ പ്രമോഹർ. ഓ, ഒരു എഴുത്തുകാരന്റെ പൊള്ളുന്ന ഓർമ്മകൾ. എന്ത് പൊള്ളുന്ന ഓർമ്മ? ആ പിന്നെ ഓരോരോ കാര്യങ്ങൾ എഴുതി വച്ചിരിക്കുന്നു. പൊള്ളും പൊള്ളും പൊള്ളും, ഉറപ്പായിട്ട് പൊള്ളും. മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാട്ടിന് അതൃപ്തി. ഡാം പൊട്ടിയ വെള്ളം കുടിച്ച് മരിക്കും. തമിഴും പിണങ്ങിയാലോ പട്ടിണി കിടന്ന് മരിക്കും. രണ്ടായാലും മലയാളി പുളി തന്നെ പൊളി. പറഞ്ഞു ഡാമെങ്ങാനും പൊട്ടിയോ ഞാനെങ്ങാട്ട് പോവും. കുണ്ടന്നൂരിലുള്ള കുഞ്ഞമ്മയുടെ വീട്ടിൽ പോയാലോ? അയ്യോ, അവിടെയാണെങ്കിൽ ഇതിനേക്കാളും വലിയ വെള്ളക്കെട്ട. അപ്പോ ആലപ്പുഴയിലുള്ള അപ്പച്ചിയുടെ വീട്ടിൽ പോയാലോ? അയ്യോ, അവിടെയാണെങ്കിൽ പക്ഷിപ്പനി. എന്റെ ദൈവമേ, വന്ന് കേരളത്തിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയല്ല. എന്ത് കഷ്ടമാണ് എന്റെ ഭഗവാനെ. ഹോ, വല്ല റോക്കറ്റും ഉണ്ടായിരുന്നെങ്കിൽ വല്ല ബഹിരാകാശത്ത് പോയി ജീവിക്കായിരുന്നു. അവിടെയാണെങ്കിൽ കക്കൂസും പണിയണ്ട, താഴത്തുള്ളവർക്കൊരു പണിയും കൊടുക്കാം. അമ്മാവോ നമസ്കാരം. ഇതാര് രാജേഷ? എന്തൊക്കെയുണ്ടോ വിശേഷം? ആ നല്ല വിശേഷം. എനിക്കൊരു പണി കിട്ടി. എന്ത് പണി? ISR പാർട്ട് ടൈം ആയിട്ടാണ്. ISR അപ്പൊ ഈ ചന്ദ്രനളിയന്റെ പണിക്ക് നീ എവിടെ ഉണ്ടായിരുന്ന? ചന്ദ്രനളിയനാ? ഏത് ചന്ദ്രനളിയൻ? ആ എടാ, നിങ്ങൾ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു റോക്കറ്റ് മോളോട്ട് പറഞ്ഞയച്ചില്ലേ, അത്. അമ്മാവ അത് ചന്ദ്രയാൻ ബഹിരാകാശ പേടകം. അങ്ങനെയെങ്കിൽ അങ്ങനെ. എടാ, ഈ അമ്മാവനൊരാഗ്രഹം. എന്താണ് അമ്മാവ? ഒരു റോക്കറ്റ് സംഘടിപ്പിക്കാമോ? റോക്കറ്റ്? സെക്കൻഡ് ഹാൻഡ് ആയാലും മതി, ചെറുതൊന്നും മതി. നമുക്ക് ആക്ടിവയിൽ കെട്ടിക്കൊണ്ടുവരാം. അതങ്ങനെയൊന്നും കൊണ്ടുവരാൻ പറ്റിയ സാധനം ഇല്ല അമ്മാവ. എന്നാ പിന്നെ ആക്റ്റീവ വേണ്ട, നമുക്കേ സിദ്ധമ്പാപ്പയുടെ ആപ്പ് വിളിക്കാം. പുള്ളിയാകുമ്പോ സാധനം സേഫ് ആയിട്ട് കൊണ്ടുവരും. പറഞ്ഞ കാശ് കൊടുത്താൽ മതി. എന്റെ അമ്മാവ അത് ഇവിടെയൊന്നും അല്ല, അതൊക്കെ അങ്ങ് തുമ്പയിലാണ് ഇരിക്കണത്. എങ്ങനെ ഉണ്ടെന്ന് നോക്കണേ അവന്റെ ഉത്തരവാദിത്വം. എടാ, ഇത്രയും കനമുള്ള സാധനം ആരെങ്കിലും തുമ്പയെ കൊണ്ട് വെക്കുവോ? വെക്കുമ്പം മാറ്റി അല്പം നടുക്കോട്ട് വെക്കണ്ടേ? ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ റോക്കറ്റ് തുമ്പയെ കൊണ്ട് ചാരി വെച്ചിട്ട് നാണയില്ലാതെ കയ്യും കഴി വന്നിരിക്കുകയല്ല. പിന്നെ ആരുടെ നിനക്കൊക്കെ ഫുൾ ടൈം ജോബ് തന്നത്? മാറിക്ക അങ്ങോട്ട്. അമ്മാവൻ എന്ത് വർത്താനാണോ പറഞ്ഞത്? ഇന്നലെ എന്തായിരിക്കും അമ്മാവൻ അങ്ങനെ പറഞ്ഞത്? എന്താണെന്നറിയാമോ ചോദിച്ചാൽ? എടാ, ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ മറന്നുപോയി. എന്താണ് അമ്മാവ? അതേ, ഈ കസേരയുടെ കാലൊടിഞ്ഞിരിക്കുകയായിരുന്നു. അത് ഇപ്പോഴാ ഓർത്തത്. അമ്മാവൻ ഇപ്പോഴെങ്കിലും ഓർത്തല്ല. ഞാൻ ശുഭം.